അപ്പോൾ അപ്ഡേറ്റ് കോർണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് അപ്ഡേറ്റ്സ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിലിം അപ്ഡേറ്റ്സ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ്സ് ഭയങ്കര ഹോട്ടായിട്ടുള്ള അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജയിലറിൽ ലാലേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം ലാലേട്ടൻ ഉണ്ടാവില്ല എന്നുള്ളൊരു ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. മാത്യു ഇല്ലാണ്ട് എന്ത് ജയിലർ. അപ്പോൾ ഹൃദയപൂർവ്വത്തിൻ്റെ സെറ്റിൽ പിന്നെ നെൽസൺ വന്നിട്ട് ആ ഡിസ്കഷൻ കൂടി കഴിഞ്ഞ് നോക്കുമ്പോൾ മോഹൻലാൽ സിനിമയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉള്ളൊരു കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ സിനിമയിലൊരു കാമിയോ മാത്രമല്ല, കുറച്ചും കൂടി എക്സ്റ്റൻഡ് ആയിട്ടുള്ള റോളാവുന്നുള്ളതാണ്. അടുത്ത വരുന്നത് നമ്മുടെ പണിറ്റു വീണ്ടും രണ്ടാം ഭാഗം വരാൻ ജോജുവിന് പണി അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ജോജി സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, ഒരു ഐ വിശേഷി പടത്തിന്റെ ഒക്കെ ഒരു സംഗതി. യാതൊരു പ്രതീക്ഷയില്ലാണ്ട് പോയിട്ട് ഭയങ്കര ആയിട്ട് സർപ്രൈസ് ആയിട്ട് പടം കണ്ടതായിരുന്നു അത്. സാഗറിന്റെ ജൂനിയേഴ്സിന്റെ ഒക്കെ പെർഫോമൻസ് എടുത്ത് പറയണ്ടാണ്. അതായിരിക്കും ഇപ്പൊ പണി ടൂല് നേരിടാൻ പോണ ഏറ്റവും വലിയ വെല്ലുവിളി. അതുപോലെ ഒരു വില്ലന്മാര് അതിൽ നമ്മുടെ ഇരട്ട ഡയറക്ടർ രോഹിത് എൻ ജി കൃഷ്ണൻ കൂടി സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് അസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ കേൾക്കുന്നത്. അല്ലെങ്കിൽ ഇനി ചിലപ്പോ ആന്റണിയിലും ഇപ്പൊ ഉണ്ടെന്ന് കേട്ടു. അപ്പൊ പുതിയ പടത്തിലും ചിലപ്പോ അങ്ങനെ ആയതിന് സാധ്യതയുണ്ട്. അപ്പൊ ഈ വർഷം അവസാനമാണ് അതിന്റെ സ്ക്രിപ്റ്റിന്റെ കാര്യങ്ങളാണെങ്കിൽ. അടുത്ത ജിതിൻ ലാൽ, നമ്മുടെ ARM കഴിഞ്ഞ വർഷത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള, അതായത് 100 കോടി ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ള സിനിമകൾ, നമ്മുടെ ഓണം വിന്നർ ആയിട്ടുള്ള ഫിലിം. അപ്പോ ജിതിൻ ലാൽ അദ്ദേഹത്തിന്റെ പുതിയ സിനിമ പൃഥ്വിരാജ് സുകുമാരന്റെ നായകനൊക്കെ ചെയ്യുന്നതാണ് ഇപ്പൊ കിട്ടുന്ന വാർത്തകൾ. ആ സിനിമ നമ്മുടെ ARMന്റെ യൂണിവേഴ്സിലാണ് ആ സിനിമ വരുന്നത്. അങ്ങനെയും കിട്ടുന്നു. അപ്പൊ അത് ARM യൂണിവേഴ്സിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അതായത് 3 ക്യാരക്ടേഴ്സിന് ടോവിനോനെ കാണിച്ചിരിക്കുന്നു, 3 തലമുറകളും ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. നമ്മുടെ മണിയൻ കുഞ്ഞിക്കേളു അതുപോലെ തന്നെ നോക്കുമ്പോ അപ്പോ ആ ഇതില് ഇപ്പോ ഫാന്റസി ഒക്കെ ഉൾപ്പെടുന്ന ഒരു നല്ല സിനിമ അവിടെ അതിലവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഇനിയിപ്പൊ അതിന്റെ അടുത്ത യൂണിവേഴ്സിറ്റി ലാലേട്ടനൊക്കെ ഉണ്ട്. ഓൾറെഡി ഒരു ഗംഭീര ഫാൻ ബോയ് ആണ്. കാരണം അതുകൊണ്ടാണ് പേരിട്ട് ലാലൻ കിട്ടുന്നത്. പിന്നെ ലാലന്റെ വോയിസ് ഓവർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഗോഡ് ലെവൽ ക്യാരക്ടർ ഒക്കെ കൊടുക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഗംഭീരാവട്ടെ. അടുത്ത സിനിമ നമ്മുടെ ആശീർവാദിന്റെ ഇതിൽ വരുന്നത് പൃഥ്വിരാജ് ഡയറക്ട് ചെയ്തിട്ട് വിപിൻ ദാസിന്റെ റൈറ്റിംഗിൽ വരുന്ന സിനിമ, ലാലേട്ടനും പൃഥ്വിരാജും കൂടിയിട്ട്. അത് വലിയൊരു അപ്ഡേറ്റ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൃഥ്വിരാജിന് ഇപ്പോൾ വിപിൻ ദാസിന്റെ സ്ക്രിപ്റ്റിംഗ് ഭയങ്കര ഇഷ്ടമായിരിക്കണം എന്നുള്ളത് നല്ലൊരു സംഗതിയാണ്. അത് ഗുരുവായൂരമ്പലനടയിൽ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത സന്തോഷ് ട്രോഫി ആയിക്കോട്ടെ, സ്ക്രിപ്റ്റിന്റെ സിനിമകളും പൃഥ്വിരാജും നിർമ്മാണത്തിലുണ്ട്. അപ്പോ മോഹൻലാൽ ലാലേട്ടനും പൃഥ്വിരാജും കൂടിയിട്ട് സിനിമ വരിക, അത് ഒരു കോമഡി സ്ക്രിപ്റ്റ് പൃഥ്വിരാജിനെ ഡയറക്ട് ചെയ്യാന്ന് വരുമ്പോൾ അത് പിന്നെ കാരണം വിപിൻ ദാസ് ലാസ്റ്റ് ചെയ്ത വർക്ക് വാഴ ആയിരുന്നു. ഇപ്പൊ അദ്ദേഹം എഴുതിയ വർക്ക് വാഴാറ്റുമാണ്. അപ്പൊ പിന്നെ കോമഡിക്ക് ഒരു പഞ്ഞുണ്ടായിരുന്നു. പിന്നെ ലൂസിഫർ കഴിഞ്ഞിട്ട് ഇത് എംപുരാന് മുമ്പ് ബ്രോഡാഡി വന്നു. ഇസ്രയേലും മുന്നേ ഒരു നല്ലൊരു കോമഡി പടം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ വരുന്ന 21 ലാലന്റെ ബർത്ത്ഡേ ആണല്ലോ. ഇനിയിപ്പോ അടുത്ത LCUവിനെ പറ്റിയിട്ടാണ്. ലോകേഷ് കനകരാജ് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഭാഗ്യരാജ് ഖന്ന ഡയറക്ട് ചെയ്യുന്ന സിനിമ ബെൻസ്. ആ സിനിമ LCUവിലേക്ക് വരും ആ ക്യാരക്ടർ എന്ന കാര്യത്തില് കൺഫർമേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ രാഘവ ലോറൻസ് മാസ്റ്ററാണ് സിനിമയിൽ മെയിൻ ലീഡായിട്ട് അഭിനയിക്കുന്നത്. അപ്പോ ആ സിനിമയിൽ ഇപ്പോ നമ്മുടെ നിവിൻ പോളി ആ സിനിമയിൽ ജോയിൻ ചെയ്യുന്നു എന്നുള്ള തരത്തിലൊരു വാർത്തയായിരുന്നു. ഓൾറെഡി ഈ സിനിമയില് ആക്ഷൻ മാധവൻ സിനിമയിലെ കാസ്റ്റിൽ വന്നു എന്നുള്ള സംഗതിയാണ്. അപ്പോ ലോറൻസ് മാസ്റ്ററിന്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് ഇപ്പോ ജീവിതാന്റെ ഫ്ലെക്സ് കണ്ട എല്ലാവർക്കും അറിയാം. ലോകേഷ് എന്തുകൊണ്ട് വിക്രമില് സന്തനത്തിന്റെ റോളില് ലോറൻസ് മാസ്റ്റർ വിചാരിച്ചു എന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വൈസ് ഒരു നല്ല സിനിമ ആയിരിക്കും. പിന്നെ അതിൽ നല്ല പക്ക ആക്ഷൻ മോഡുള്ള ഒരു പടമായിരിക്കും. പിന്നെ LCUവിൽ വരുന്ന പടമാണല്ലോ, അതെങ്ങനെ LCUവിലേക്ക് കണക്ട് ചെയ്യും? കാരണം ആരുമില്ല ഫിലിമിൽ. അതായത് നമ്മൾ ഇതുവരെ LCUവിൽ കണ്ട ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. അപ്പൊ ഒരു സ്റ്റാൻഡ് ലോൺ പടം. പക്ഷെ അത് എങ്ങനെ LCU കണക്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടറിയാം. അതെ. പിന്നെ സിനിമയുടെ ഷൂട്ട് ഈ മാസം അവസാനം സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ അദ്ദേഹം നമ്മുടെ കാഞ്ചനയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും പടം ഈ നമുക്ക് ഉടനെ തന്നെ വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പാതിര കുർബാന പറഞ്ഞൊരു ഫിലിം ഉണ്ടായിരുന്നല്ലോ. അതെ, ധ്യാൻ സ്റ്റോറി എഴുതിയിട്ട് വിനയ് ജോസ് ഡയറക്ട് ചെയ്യുന്ന ഫിലിം ആയിരുന്നു.
നമ്മുടെ ലവ് ആക്ഷൻ ഡ്രാമയുടെ റിലീസൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര സക്സസ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ സിനിമയുടെ ഒരു പോസ്റ്റർ റിലീസ് ഉണ്ടായിരുന്നത്. നമ്മുടെ അടികപ്പിലെ കൂട്ടമണി ഓർമ്മിപ്പിക്കുന്ന വിധം ഒരു പള്ളി, ഒരു ഹൊറർ മൂഡ്, വിത്ത് പാതിര കുർബാന എന്ന പേരും വെച്ചിട്ട് 2019 അനൗൺസ്മെന്റ് ചെയ്ത പടമായിരുന്നു. പിന്നെ അതിനുശേഷം സിനിമയെ പറ്റി യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ടീം തന്നെ, അതായത് റൈറ്റർ ഡയറക്ടർ കോമ്പോല് കേസേഹോ എന്ന് പറഞ്ഞിട്ടൊരു പടം കഴിഞ്ഞ റിലീസ് ചെയ്തിട്ടുണ്ടായി. കോപ്പങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു പടം ഇക്കൊല്ലം റിലീസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അത് ഡയറക്ടറെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സിനിമ ഡ്രോപ്പ് ചെയ്തിട്ടില്ല, സിനിമ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്, അവർ ചെയ്യും. പ്രൊഡക്ഷൻ ഹൗസ് ഒഫീഷ്യൽ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹം ഇപ്പൊ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു പടത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സിനിമ ലൈറ്റ് ആവും, എന്തായാലും നമുക്ക് കാത്തിരിക്കാം ധ്യാൻ ശ്രീനിവാസന്റെ ഒരു പടത്തിന് വേണ്ടിയിട്ട്. പിന്നെ സിനിമയുടെ കാസ്റ്റ് ധ്യാൻ, നീരജ്, അജു ആണ്. ഒരു ഗംഭീര കോമ്പാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇത് കിട്ടട്ടെ, നല്ലൊരു പടം തന്നെ കിട്ടട്ടെ.